കേരള സർവകലാശാലയെ സംബന്ധിച്ച് ഒരു അസാധാരണമായ സാഹചര്യമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. സർവകലാശാലയുടെ സ്റ്റാൻഡിംഗ് കൗൺസിലിനെ സിൻഡിക്കേറ്റ് അറിയാതെ ഏകപക്ഷീയമായി മാറ്റിക്കൊണ്ട് വൈസ് ചാൻസലർ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. സർവകലാശാല നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ബോർഡ് ഓഫ് സ്റ്റഡീസ് നിയമനങ്ങളുടെ കാര്യത്തിൽ 37 ബോർഡുകൾ അതിലെ മെമ്പർമാരെ നിയമിക്കാൻ സിൻഡിക്കേറ്റിനുള്ള അധികാരത്തെ അട്ടിമറിച്ചുകൊണ്ട് അതിനുള്ള നിയമന നടപടികൾ വൈസ് ചാൻസലർ നടത്തിയത് പരക്കെ വിമർശിക്കപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഈ വിമർശനമൊന്നും കണക്കിലെടുക്കാതെ ഇപ്പോൾ സ്റ്റാൻഡിംഗ് കൗൺസിൽ പോലുള്ള ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവിയിലിരിക്കുന്നയാളെ ഒരു ഉത്തരവിലൂടെ വൈസ് ചാൻസലർ മാറ്റിയിരിക്കുന്നു. അതിനുള്ള അധികാരം വൈസ് ചാൻസലർക്കില്ല. കേരള സർവകലാശാല സ്റ്റാറ്റ്യൂട്ട് ചാപ്റ്റർ 40 ലീഗൽ അഡ്വൈസർ ആൻഡ് സ്റ്റാൻഡിംഗ് കൗൺസിൽ എന്നാണ് ഈ ചാപ്റ്ററിന്റെ പേര്. അതിൽ കൃത്യമായി പ്രതിപാദിച്ചിരിക്കുന്നത് ലീഗൽ അഡ്വൈസർ ആൻഡ് സ്റ്റാൻഡിംഗ് കൗൺസിൽ ഇറ്റ് ഷാൾ ബി കോമ്പിറ്റന്റ് ഫോർ ദ സിൻഡിക്കേറ്റ് ടു അപ്പോയിന്റ് എ ലീഗൽ അഡ്വൈസർ ആൻഡ് എ സ്റ്റാൻഡിംഗ് കൗൺസിൽ ഫോർ ദ യൂണിവേഴ്സിറ്റി ഫോർ സച്ച് പീരീഡ് ആൻഡ് ഓൺ സച്ച് ടേംസ് ആസ് ഇറ്റ് മേ ഡിസൈഡ് ടു പെർഫോം ഡ്യൂട്ടീസ് ആസ് ഇറ്റ് മേ ഫ്രം ടൈം ടു ടൈം ഡിസൈഡ്. അതായത് സർവകലാശാലയ്ക്കായി ഒരു അഡ്വൈസറെ നിയമിക്കാനുള്ള അധികാരം, ഒരു സ്റ്റാൻഡിംഗ് കൗൺസിലിനെ നിയമിക്കാനുള്ള അധികാരം സിൻഡിക്കേറ്റിനാണ്. അവരുടെ നിയമന കാലാവധി, സേവന വ്യവസ്ഥകൾ, അവർ നിർവഹിക്കേണ്ട ചുമതലകൾ ഇതെല്ലാം തീരുമാനിക്കുന്നത് സിൻഡിക്കേറ്റാണ്. അതായത് സ്റ്റാൻഡിംഗ് കൗൺസിലിന്റെ പൂർണ്ണമായ നിയമനാധികാരം മാത്രമല്ല, അദ്ദേഹത്തിന് എല്ലാ നിർദ്ദേശങ്ങളും കൊടുക്കാനും അദ്ദേഹത്തിന്റെ ഫംഗ്ഷൻ തീരുമാനിക്കാനുമുള്ള അധികാരവും സിൻഡിക്കേറ്റിനാണ്. ആ അധികാരത്തെയാണ് വൈസ് ചാൻസലർ കവർന്നെടുത്തിരിക്കുന്നത്. അദ്ദേഹം ആ ഉത്തരവിൽ തന്നെ 1013 എന്ന വകുപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് താൻ ഇത് സ്വീകരിക്കുന്നത് എന്ന് പ്രതിപാദിച്ചിരിക്കുകയാണ്. ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് 1013 എന്ന വകുപ്പ് ഈ സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനവുമായി ബന്ധപ്പെട്ടൊരു വകുപ്പാണെന്നാണ്. അല്ല, 1013 എന്ന വകുപ്പ് ഏതെങ്കിലും ഒരു അടിയന്തര സാഹചര്യം ഉടലെടുത്താൽ ആ അടിയന്തര സാഹചര്യത്തിൽ സിൻഡിക്കേറ്റ് ചേരും വരെയുള്ള ഒരു അധികാരം വിനിയോഗിക്കാനുള്ള ചുമതല മാത്രമേ വൈസ് ചാൻസലർക്ക് കൊടുക്കുന്നുള്ളൂ. അതായത് ഒരു വിദ്യാർത്ഥിയുടെ അടിയന്തര സാഹചര്യത്തിലുള്ള ഒരു പ്രശ്നത്തിൽ പരിഹാരം തേടേണ്ടതുണ്ടെങ്കിൽ ആ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ സിൻഡിക്കേറ്റ് വരെയുള്ള ഒരു സമയം എടുക്കുന്നതിനു പകരം വൈസ് ചാൻസലർ പെട്ടെന്ന് ഒരു അധികാരം വിനിയോഗിക്കുന്നു. അപ്രകാരം ഒരു അധികാരം എടുത്താൽ പോലും അടുത്ത സിൻഡിക്കേറ്റ് ചേരുന്നതുവരെ മാത്രമേ അത് നിലനിൽക്കുകയുള്ളൂ. ആ തീരുമാനത്തെ അംഗീകരിക്കാനോ അംഗീകരിക്കാതിരിക്കാനോ ഉള്ള അവകാശം പോലും സിൻഡിക്കേറ്റിൽ നിക്ഷിപ്തമാണ്. അപ്രകാരം 1013 എന്ന വകുപ്പ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റാൻഡിംഗ് കൗൺസിൽ പോലുള്ള സുപ്രധാനമായ ഒരു നിയമനാധികാരം ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ്. മറ്റൊരാളെ അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. ആ നിയമിക്കപ്പെട്ടയാള് വൈസ് ചാൻസലറുടെ തന്നെ പ്രൈവറ്റ് വക്കീലാണ് എന്ന വിവരവും ഇപ്പോൾ പുറത്തു വരികയാണ്. അതുകൊണ്ട് തന്നെ ഇല്ലാത്ത നിയമനാധികാരം VC ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ തന്നിലില്ലാത്ത അധികാരം, സുപ്രധാനമായ സിൻഡിക്കേറ്റിന്റെ അധികാരത്തെ കവർന്നെടുത്തിരിക്കുന്നത് ഫാസിസം വരുന്ന വഴികൾ ഏതൊക്കെയാണെന്ന് ഇവിടെ വ്യക്തമാവുകയാണ്. അക്കാഡമിക് ഫാസിസം വരുന്ന വഴികൾ ഏതാണെന്ന് ഇവിടെ വ്യക്തമായിരിക്കുകയാണ്. ഇത് സംഘപരിവാർ സഹയാത്രികരെ ബോർഡ് ഓഫ് സ്റ്റഡീസിലേക്ക് നിയമിക്കുന്നതിന്റെ തുടർച്ചയായിട്ട് സർവകലാശാല സിൻഡിക്കേറ്റിനെ പൂർണ്ണമായി മറികടന്നുകൊണ്ട് നടത്തിയിരിക്കുന്ന നിയമനമാണ്. ശക്തമായി ഇക്കാര്യത്തിൽ പ്രതിഷേധമാണ് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗങ്ങൾ രേഖപ്പെടുത്തുന്നത്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ 6 മാസമായി റെഗുലർ സിൻഡിക്കേറ്റ് ചേരാത്ത കാര്യം ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ സിൻഡിക്കേറ്റ് നയിക്കുന്ന മെമ്പർ അഡ്വക്കേറ്റ് ജി മുരളീധരൻ വ്യക്തമാക്കുകയുണ്ടായി.
ഇത്തരം ഏത് തീരുമാനവും എടുക്കാൻ സിൻഡിക്കേറ്റിനാണ് അധികാരം. സിൻഡിക്കേറ്റ് തുടർച്ചയായി ചേരാതിരിക്കുന്നു. സിൻഡിക്കേറ്റിന്റെ അധികാരത്തെ ഇവിടെ അപ്രസക്തമാക്കുന്നു. സിൻഡിക്കേറ്റ് യോഗം ചേരുകയാണെങ്കിൽ ഈ തീരുമാനത്തെ ശക്തമായി ചോദ്യം ചെയ്യും. ഈ തീരുമാനം അംഗീകരിക്കുകയില്ല. കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് എടുക്കേണ്ട തീരുമാനം ഏകപക്ഷീയമായിട്ടാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. സിൻഡിക്കേറ്റ് ചേരാതിരിക്കുന്നതിന് നിയമപരമായി കൂടി ചോദ്യം ചെയ്യുന്ന കാര്യവും ഞങ്ങൾ ആലോചിക്കുകയാണ്. നിയമപരവും ധാർമ്മികവുമായിട്ട് ഇത്തരം തീരുമാനങ്ങളെ ഞങ്ങൾ ചോദ്യം ചെയ്യും.